നിനക്ക് അവളെ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ആരും പരിചയപ്പെടുത്തി തന്നില്ല സർ. പിന്നെ നീ സ്വയം പരിചയപ്പെടാണോ? അലക്സ്, ഹരിക്കും രാജീവിനും ഒക്കെ ഒരു അബദ്ധം പറ്റി. നിങ്ങളുടെ പ്രായത്തിൽ ആർക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റ് നിങ്ങൾക്കും ഇല്ല സർ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി അലക്സേ, ഇവനോടല്ല ലവനോട് ചോദിക്കും. ലവൻ പറയും കാര്യങ്ങൾ. പറയടാ, ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ, പറയാൻ. ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? പറഞ്ഞ രൂപ തന്നോ? ഇല്ല, അതിന്റെ പേരിലാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. കള്ളം പറഞ്ഞോടാ. മതി 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 മതി. താനിങ്ങൊന്നേ പറയട്ടെ. ഇരിക്കെ. താൻ ചെന്ന ടോമിയെ കൂട്ടിട്ട് വാ. ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ ആർടി ഓഫീസിൽ നടന്ന ബെസോണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇത് ആർടി ഓഫീസിലെ രജിസ്ട്രാ. പിന്നെ എങ്ങനെയാണോ ഈ കേസിന്റെ പേരിൽ ടോമി അറസ്റ്റ് ചെയ്യുന്നത്? പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സർ. എടോ, അത് ഇവിടെ പോലുള്ള എണ്ണങ്കട്ടോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയാ ഒരു വാക്ക് കിട്ടിയാൽ നല്ലൊരു തുക. താൻ അവനെ വിട് സാർ. അത് താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും ഇവന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാനങ്ങ് വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു. തിരട്ടിപ്പാറയെന്ന് പിന്നെ നീ ആ പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ. കള്ളം പറഞ്ഞാൽ നിന്നെ കൊന്നി അതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്? കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജമ്മ ചേച്ചിയെ പരിചയപ്പെട്ടത്. സിഗ്നല് കൊള്ളാലോ. പരിചയമില്ലാത്ത സ്ഥലല്ലേ ചേച്ചി? മോളുടെ പേരെന്താ? രമണി. രമണി. സുന്ദരി കുട്ടിയാ. രാജമ്മ ചേച്ചി എന്റെ അമ്മ വഴി ഒരു ബന്ധുക്കാരിയാ. എന്നാ വേണമെന്നറിയാതെ കറങ്ങി നിൽക്കുമ്പോഴാ ചേച്ചിയെ കണ്ടത്. ഭാഗ്യം. ഒന്ന് പോടാ. അങ്ങനെ മുള്ളിയപ്പ തെറിച്ച എന്തോന്നും അല്ല മോളെ. എവന്റെ അമ്മയെ എന്റെ അമ്മായിയാ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതിനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വന്നാ പോരായിരുന്നോ? ഇത് കാശത്രയാ വെറുതെ ഹോട്ടലുകാർക്ക് കൊടുത്തത്. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് മുങ്ങിയിട്ട്? ഇന്നേക്കിപ്പോ 5 ദിവസമായി. ഏതായാലും വന്നത് വന്നു. ഇനി അതോർത്ത് ദണ്ണം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ അതെ. ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പുള്ള കൊച്ചല്ലേ. ഒരു ജോലിയൊക്കെ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാറുമാരെയൊക്കെ പരിചയമുണ്ട്. അവരെ മുട്ടിച്ചു തരാം. എന്നാ എല്ലാം കെട്ടിപ്പറക്ക്. നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്താ?
റൂം നമ്പർ 23 സെർവ് ചെയ്ത് നിന്നിട്ട് ബാക്കിയുള്ളവർ പുറകോട്ട് മാറിയതേ. തന്റെ പേരെന്താ? വർഗീസ് ജോസഫ്. വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ? അറിയും. എങ്ങനെ, മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ താമസിക്കാൻ വന്നപ്പോ കണ്ടുള്ള പരിചയമാ. ഈ കുട്ടിയുടെ മുറിയിൽ സെർവിങ്ങിനായി എത്ര വട്ടം പോയിട്ടുണ്ടോ താൻ? അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ. അവിടെ വന്ന് രഹസ്യ- വർഗീസ് സാധാരണ സെർവ് ചെയ്യാറുള്ളത്? ചിലര് ലിക്കർ ഓർഡർ ചെയ്യും, ചിലര് ബിയർ, ചിലര് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ടിപ്പ് തരാറുണ്ടോ ഇവരൊക്കെ? ഉവ്. ഏറ്റവും കൂടുതൽ ടിപ്പ് തന്ന ആരാ? അത് കോലഞ്ചേരിന്ന് വന്ന അഗസ്റ്റിൻ സാറാ. വക്കീലാന്നാ പറഞ്ഞ. മൂപ്പര് 3000 2000 ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം. ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി? 3-4 വട്ടം വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. ഇതിലാരാ? എടോ, തന്റെ പേരിൽ ഇവിടെ താമസിച്ചിരുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് ചോദ്യം മനസ്സിലായില്ലേ? ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒഴിഞ്ഞു. ആ ആ ഒളിഞ്ഞു നോക്കി കണ്ട അയാളൊക്കെ വിസ്തരിച്ച് അവൾക്ക് പറയാൻ പറ്റും. ലിസമ്മ സാമുവൽ ഒരു ചതിയിൽ പെട്ടിരിക്കുകയാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായിട്ടും 40 ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ സാഹചര്യങ്ങളെക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ലിസമ്മ ഒരു വട്ടമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ?